അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫാരഡേ ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാരഡേ ലോസ് ഓഫ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രോബ്ലങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് കൂളംസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 50 gram ഓഫ് അലൂമിനിയം. 50 gram അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര നമ്പർ ഓഫ് കൂളംസ് വേണം എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് കൂളംസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ്? കൂളം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിന്റെ യൂണിറ്റ് ആണ്. അതായത് 50 gram അലൂമിനിയം ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൂളം ഇലക്ട്രിസിറ്റി വേണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് ഉണ്ടാവും. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ അലൂമിനിയത്തിന്റെ ഒരു സോൾട്ട് എടുക്കും. അതായത് അലൂമിനിയം ക്ലോറൈഡോ അലൂമിനിയം സൾഫേറ്റോ ഒക്കെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സാധാരണ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാഥോഡിലാണ്. അപ്പൊ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? അലൂമിനിയം 50 gram ആണ്. അപ്പൊ 50 gram ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കൂളം ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യണം എന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എഴുതാൻ പോകുന്നത്. ഗിവൺ നമുക്ക് അറിയുന്ന കാര്യം, ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിൽ ക്വസ്റ്റ്യനിൽ നൽകിയത് എന്തൊക്കെ നൽകിയത്? മാസ് ഓഫ് അലൂമിനിയം ടു ഡെപ്പോസിറ്റ്. എത്ര അലൂമിനിയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ കാഥോഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ എത്ര അലൂമിനിയമാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? ഈക്വൽ ടു 50 gram. ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമ്പർ ഓഫ് കൂളംസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 50 gram ഓഫ് അലൂമിനിയം, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? Q ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? നമ്പർ ഓഫ് കൂളംസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 50 gram അലൂമിനിയം. 50 gram അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ നമ്പർ ഓഫ് കൂളംസ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, അതാണ് Q. അതെന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതി. അപ്പൊ ഇക്വേഷൻ എന്നാണ് നമുക്ക് വിവരമൊക്കെ കിട്ടുന്നത്. നോക്കിങ്ങൾ, ഒരു അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? ഒരു അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം കേട്ടോ. കാരണം എന്താണ്? ഇവിടെ നോക്കിങ്ങൾ, Al3+ ആണ്. ഈ 3+നെ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് എന്താക്കി മാറ്റണം? Al ആക്കണം. Al3+ ആണ് ഇവിടെ ഉള്ളത് ലെഫ്റ്റിൽ, അത് റൈറ്റിൽ വന്നപ്പം Al ആയി. അപ്പൊ Al ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3+നെ ഇല്ലാതാക്കണം. അതിന് എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം കേട്ടോ. അങ്ങനെയാണ് 3 ഇലക്ട്രോൺ വേണം. അപ്പൊ ഇതൊരു റിഡക്ഷൻ ആണ്, കാരണം ഇലക്ട്രോൺ ഗെയിനിങ് പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ അലൂമിനിയം 3+ 3 ഇലക്ട്രോൺ സ്വീകരിച്ച് റിഡക്ഷൻ സംഭവിച്ച് അലൂമിനിയമായി മാറി. അപ്പൊ ഈ റിയാക്ഷനിൽ നോക്കിങ്ങൾ, ഒരു അലൂമിനിയം കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ അലൂമിനിയം കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 3 മോൾ വേണം അല്ലെ? ഒരു അലൂമിനിയം ആറ്റം കിട്ടണമെങ്കിൽ 3 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ അലൂമിനിയം കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 3 മോൾ ഇലക്ട്രോൺ വേണം. ഇനി 1 മോൾ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 gram ആണ്. 1 മോൾ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ്. കാരണം എന്താണ്? മോളാർ മാസ് ഓഫ് അലൂമിനിയം എത്രയാണ്? 27 gram ആണ്. അതായത് 27 gram അലൂമിനിയം കിട്ടണമെങ്കിൽ, ഇലക്ട്രോഡിൽ 27 അലൂമിനിയം ഗ്രാം കിട്ടണമെങ്കിൽ 3 മോൾ ഇലക്ട്രോൺ വേണം. എത്ര മോൾ വേണം? 3 മോൾ. ഇനി 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 96,500 കൂളമാണ്. 96,500 കൂളമാണ്. മുമ്പ് പഠിച്ചതാ കേട്ടോ. അപ്പം ഇവിടെ എത്ര മോൾ ഉണ്ട്? 3 മോൾ ഉണ്ട്. അപ്പം 3 × 96,500 കൂളം ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്താൽ 27 gram ആണ് നമുക്ക് കിട്ടുക, അതായത് 1 മോൾ. അങ്ങനെയാണെങ്കിൽ 50 gram കിട്ടണമെങ്കിൽ എത്ര കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം ഈ പറഞ്ഞ കാര്യം നമ്മളിവിടെ എഴുതാൻ പോവാണ്. ടു ഡെപ്പോസിറ്റ് 27 gram, അതായത് 1 മോൾ ഓഫ് അലൂമിനിയം 3 × 96,500 കൂളം ഈസ് റിക്വയർഡ് അല്ലേ? ആവശ്യമാണല്ലോ.
27, അതായത് 1 മോള് അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 3 × 96,500 കൂളം ഈസ് റിക്വയർഡ് ആണ്. കാരണം എന്താണ്, ഒരു മോളിന്റെ ചാർജ് എന്താണ്, ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 96,500 ആണ്. അപ്പൊ 3 മോളിന്റെ എന്താണ് 3 × 96,500 കൂളമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പം 3 × 96,500 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 ഗ്രാം കിട്ടും. അപ്പൊ 27 ഗ്രാം കിട്ടണമെങ്കിൽ 3 × 96,500 കൂളം വേണം. അങ്ങനെയാണെങ്കിൽ 27 കിട്ടണമെങ്കിൽ ഇത്ര വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കിട്ടണമെങ്കിൽ എത്ര കൂളം വേണം? ഡെപ്പോസിറ്റ് 1 ഗ്രാം ഓഫ് അലുമിനിയം. 1 ഗ്രാം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 27 താഴോട്ട് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക, അടിയിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 കൂളം ഇലക്ട്രിസിറ്റി, 1 കൂളല്ല 1 ഗ്രാം ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ ഇത്രയും കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. 1 കൂളം കിട്ടണമെങ്കിൽ, 1 കൂളല്ല 1 ഗ്രാം അലുമിനിയം കിട്ടണമെങ്കിൽ 27 ഗ്രാം കിട്ടണമെങ്കിൽ 3 × 96,500 കൂളം ഇലക്ട്രിസിറ്റി വേണം കേട്ടോ. 27 ഗ്രാം കിട്ടണമെങ്കിൽ 3 × 96,500 കൂളം വേണം കേട്ടോ. അങ്ങനെയാണ് 1 ഗ്രാമിന് എത്രയാണ്, ഡിവൈഡഡ് ബൈ 27. അപ്പം 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂളം ഇലക്ട്രിസിറ്റി വേണം കേട്ടോ. അതെത്രയാണ്, 10,722.2 കൂളമാണ് കേട്ടോ. 10,772.2 കൂളം കൊടുത്തു കഴിഞ്ഞാൽ 1 ഗ്രാം അലൂമിനിയത്തിനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. 10,772.2 കൂളം ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രാം അലൂമിനിയം കിട്ടും? 1 ഗ്രാം. പക്ഷെ നമുക്ക് എത്ര കിട്ടേണ്ടത്? 50 ഗ്രാം ആണ്. 1 ഗ്രാമിന്റെ നമുക്കറിയാം. അപ്പൊ 50 ഗ്രാം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 50 ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എത്രയാണത്? ഒറ്റ 10, 100, 1000, 10,000 അല്ല, ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം, 5,36,111 അല്ലേ. 1, 10, 100, 1000, 10,000 ലാക്ക് അല്ലേ. അങ്ങനെയല്ല പൊസിഷൻ വരുന്നത് അല്ലേ. 5,36,111 കൂളം ഇലക്ട്രിസിറ്റി നിങ്ങൾ ഇലക്ട്രോലൈറ്റ് സെല്ലിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഗ്രാം കിട്ടും? 50 ഗ്രാം. അപ്പം നമ്മളൊരു ഇലക്ട്രോലൈറ്റ് സെല്ല് എടുക്കുക, അതിൽ അലൂമിനിയത്തിന്റെ ഒരു സോൾട്ട് എടുക്കുക, എന്നിട്ട് എത്ര പാസ് ചെയ്യണം? 5,36,111 കൂളം ഇലക്ട്രിസിറ്റി അതിലൂടെ നിങ്ങൾക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോഡ്, അതായത് മറ്റൊരു സാധാരണ കിട്ടുക കാഥോഡിലാണ്. അപ്പൊ കാഥോഡിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 ഗ്രാം കിട്ടും. 50 ഗ്രാം കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. How many Faradays and coulombs are required to produce 50 gram of calcium from calcium chloride? അതേപോലത്തെ പ്രോബ്ലം തന്നെ. നേരത്തെ അവിടെ നമ്മൾ അലൂമിനിയം സോൾട്ടാണ് എടുത്തത്, അതായത് അലൂമിനിയം ക്ലോറൈഡോ അലൂമിനിയം സൾഫേറ്റോ അലൂമിനിയം കാർബണേറ്റോ. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് സെല്ല് എടുക്കാൻ പോവാണ് കേട്ടോ. ഇലക്ട്രോലൈറ്റ് സെല്ലിൽ എന്താണ്? കാൽസ്യം ക്ലോറൈഡ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയാം 50, നമ്മളോട് പറയുന്നത് എന്താണ്? 20 ഗ്രാം കാൽസ്യം കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി നിങ്ങൾ പാസ് ചെയ്യണം? അത് ഫാരഡേയിലും പറയണം, കൂളംസിലും പറയണം. അതായത് കാൽസ്യം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് സെല്ലിൽ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് കാഥോഡിൽ നമുക്ക് 20 ഗ്രാം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് കാണേണ്ടത് എന്താണ്? 20 ഗ്രാം കാൽസ്യം കാഥോഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൂളം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുക്കണം എന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് കൂളംസിലും പറയാം, ഫാരഡേസിലും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫാരഡേസിൽ ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് നേരത്തെ പോലെ ഗിവൺ എഴുതുക. ഓക്കെ, ഗിവൺ എന്താണ്? മാസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് മാസ് ഓഫ് കാൽസ്യം ടു പ്രൊഡ്യൂസ്. എത്ര കാൽസ്യമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? 20 ഗ്രാം. നമ്പർ ഓഫ് ഫാരഡേസ് ആൻഡ് കൂളംസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ്. അതാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഫാരഡേസ് ആൻഡ് കൂളംസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 ഗ്രാം.
അത് ബ്രാക്കറ്റിൽ നമുക്ക് എന്താണ് നേരത്തെ പോലെ ക്യൂ എഴുതാം. ഞാൻ ഇവിടെ ക്യൂ എഴുതിയിട്ടില്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ക്യൂ ആണ് ഇവിടെ കാണേണ്ടത്. അത് കൂളംസിലും കാണണം, ഫാരഡേസിലും കാണണം. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിന്റെ ഒരു യൂണിറ്റ് ആണെന്ന്, ചെറിയ യൂണിറ്റ് ആണ് കൂളം, വലിയ യൂണിറ്റ് ആണെന്ന് ഫാരഡേ. കേട്ടോ? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതുക. കാൽസ്യം ക്ലോറൈഡ് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ കാൽസ്യം ക്ലോറൈഡ് ആണല്ലോ ഇലക്ട്രോലൈറ്റിൽ ഉള്ളത്. അപ്പം കാൽസ്യം ക്ലോറൈഡിൽ കാൽസ്യം എങ്ങനെയാണ് ഉണ്ടാവുക? Ca2+ എന്നാണ്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം 3+ എന്നാണ്. ഓക്കെ, അപ്പം കാൽസ്യം 2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് കാൽസ്യം. ഓക്കെ, ഇതാണ് ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇവിടെ നോക്കി നിങ്ങൾ, ഒരു കാൽസ്യം ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. ഒരു കാൽസ്യം ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര മോൾ ഇലക്ട്രോൺ വേണം? 2 മോൾ ഇലക്ട്രോൺ വേണം. ഇനി 1 മോൾ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണ്? മോളാർ മാസ് ഓഫ് കാൽസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 40 ഗ്രാം ആണ്. അപ്പോൾ 40 ഗ്രാം കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺ വേണം. 2 മോൾ ഇലക്ട്രോൺ. 2 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാരഡേ ആണ്? 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96,500 കൂളംസ് ആണ്. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 96,500 കൂളമാണ്. അതിനെയാണ് നമ്മൾ 1 ഫാരഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 മോള് ഇലക്ട്രോണിന്റെ ചാർജിന് എന്താ വിളിക്കുക? 1 ഫാരഡേ എന്നാണ് വിളിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 96,500 ആണ്. അപ്പൊ 2 ഫാരഡേ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ 2 മോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ 2 × 96,500 കൂളംസ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ 40 ഗ്രാം കിട്ടും. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 20 ഗ്രാം ആണ്. അപ്പൊ 20 ഗ്രാം കിട്ടണമെങ്കിൽ എത്ര ഫാരഡേ അല്ലെങ്കിൽ എത്ര കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ വേർഡ്സിൽ എഴുതാൻ പോവാണ്. ടു പ്രൊഡ്യൂസ് 40 ഗ്രാം, 40 ഗ്രാം പറഞ്ഞാൽ 1 മോൾ കാൽസ്യം, 2 ഫാരഡേ ഈസ് റിക്വയർഡ്. 2 ഫാരഡേ ചാർജ് ഈസ് റിക്വയർഡ്. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 1 മോൾ ചാർജിന്റെ 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. ഇവിടെ 2 മോൾ ഉണ്ട്, അതുകൊണ്ട് 2 ഫാരഡേ ഈസ് റിക്വയർഡ്. അതുകൊണ്ട് ടു പ്രൊഡ്യൂസ് 1 ഗ്രാം, 40 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഫാരഡേ വേണം. അപ്പോൾ 1 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണ്ടത്? 2 ഫാരഡേ ഡിവൈഡഡ് ബൈ 40 ചാർജ് ഈസ് റിക്വയർഡ്. അപ്പോൾ therefore ടു പ്രൊഡ്യൂസ് 20 ഗ്രാം, 20 ഗ്രാം കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഇൻറ്റു 20 ചെയ്യാം. 1 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഫാരഡേ ഡിവൈഡ് ബൈ 40. അപ്പോൾ 20 കിട്ടണമെങ്കിൽ ഇൻറ്റു 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഫാരഡേ എന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് 1 ഫാരഡേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഗ്രാം കിട്ടും. ഇനി നമ്മൾ കൂളംസിൽ പറയാം കേട്ടോ. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെ 40 ഗ്രാം കിട്ടണമെങ്കിൽ 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ 2 × 96,500 കൂളം ചാർജ് ഈസ് റിക്വയർഡ്. അപ്പോൾ 1 ഗ്രാമിന് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 × 96,500 കൂളം ഡിവൈഡഡ് ബൈ 40 ചാർജ് ഈസ് റിക്വയർഡ്. മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. therefore ടു പ്രൊഡ്യൂസ് 20 ഗ്രാം, 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂളം വേണം. അപ്പോൾ 20 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൂളം വേണം? ഇൻറ്റു 20. അപ്പം 96,500 കൂളം. 96,500 കൂളം, അതാണ് മുകളിലത്തെ പ്രോബ്ലത്തിൽ. അല്ല, ഇവിടെ എത്ര കിട്ടിയത്? 1 ഫാരഡേ. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 96,500 കൂളമാണ്. പക്ഷേ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എഴുതണം. സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും കേട്ടോ. അപ്പം മുകളിൽ റിയാക്ഷൻ ചെയ്ത് വീണ്ടും ഇവിടെ റിയാക്ഷൻ ചെയ്ത് അതായത് ടു പ്രൊഡ്യൂസ് 40 ഗ്രാം, 2 × 96,500 കൂളം ഈസ് റിക്വയർഡ്. സോ ടു പ്രൊഡ്യൂസ് 1 ഗ്രാം എന്നെ ഡിവൈഡ് ബൈ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ 1 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂളം വേണം. അങ്ങനെയാണെങ്കിൽ 20 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൂളം വേണം? 2 × 96,500 × 20 ഡിവൈഡ് ബൈ 40. നമുക്കത് കിട്ടും 96,500 കൂളം എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.